കൊച്ചിയിൽ വീണ്ടും വെർച്വൽ അറസ്റ്റിലൂടെ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. മട്ടാഞ്ചേരി സ്വദേശിയായ സ്ത്രീയിൽ നിന്ന് 2,88,00,000 രൂപ തട്ടിയെടുത്തു. തട്ടിപ്പുകാരിൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് വീട്ടമ്മ നേരിട്ടത്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. മുംബൈയിലെ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടു എന്ന് വിശ്വസിപ്പിച്ചു. വ്യാജ കോടതിയും സാക്ഷിയെയും ഒക്കെ സൃഷ്ടിച്ചായിരുന്നു തട്ടിപ്പ് സംഘം പണം വാങ്ങിയെടുത്തത്. ഫസ്റ്റ് ഓൺ 24 ആണ് ഈ വാർത്ത. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, വലിയ മാനസിക പീഡനത്തിന് കൂടി ഇവർ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര വിദഗ്ധമായാണ് ഈ സംഘം തട്ടിപ്പ് നടത്തിയത് എന്നതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണല്ലേ? അനുജ, വളരെ സങ്കടത്തിൽ, വളരെ ദുഃഖത്തിലാണ് അവരോട് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. അവർ പറയുന്ന കഥ കേട്ടിട്ട് സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. സുഭാഷ് റാവു എന്ന് പറയുന്ന ഒരാളാണ് ഇവരുടെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുന്നത്. അവർ പറയുന്നത്, നിങ്ങൾ ഈ ജെറ്റ് എയർവേസ് സ്കാമുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ ഭാഗമാണ്. നിങ്ങളുടെ മുംബൈയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൽ 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതിൽ 25 ലക്ഷം രൂപ നിങ്ങൾക്ക് കമ്മീഷനായി ലഭിച്ചു. അങ്ങനെ നിങ്ങൾ ഈ കേസിൽ പ്രതിയാണെന്നാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. അവരാദ്യം വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇയാൾ ഈ CBIയുടെ എംബ്ലം അടങ്ങിയ സർട്ടിഫിക്കറ്റ്, സുപ്രീം കോടതിയുടെ സർട്ടിഫിക്കറ്റ്, മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ സർട്ടിഫിക്കറ്റ്, ഇവരുടെ ആധാർ കാർഡ് അടക്കം ഇവർക്ക് തിരിച്ച് അയച്ചു നൽകി. അപ്പോഴാണ് ഇവർ ഇങ്ങനെ ഈ തട്ടിപ്പിൽ അകപ്പെടുന്നത്. അങ്ങനെ ഇവരോട് പണം ചോദിക്കുന്നു. പല ഘട്ടങ്ങളിലായി. ജൂലൈ 10-ാം തീയതിയാണ് ആദ്യം പണം ചോദിക്കുന്നത്. 9 ലക്ഷം രൂപ നൽകി. പിന്നീട് 10 ട്രാൻസാക്ഷനുകളിലായാണ് 2,88,00,000 രൂപ ഇവർ കൈമാറിയത്. ഇത് പോലീസിൽ ഞാൻ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം അറിയിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള പോലീസുകാരൊക്കെ കള്ളന്മാരാണ് എന്നാണ് അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഇനി നിങ്ങൾ കൂടുതൽ നടപടിയിലേക്ക് പോയാൽ നിങ്ങളുടെ മകളെയും അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെയും കേസിൽ പ്രതിയാക്കുമെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെയാണ് ഇവർ ഈ പണം കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പണം കൈമാറാൻ ബാങ്കിലെത്തിയപ്പോൾ ബാങ്കിൽ നിന്നും ഇവരോട് ചോദിച്ചു, ഇത്രയും വലിയ ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മെഡിക്കൽ ആവശ്യത്തിനാണ് എന്നാണ് ഇവർ ബാങ്ക് ജീവനക്കാരോട് പറഞ്ഞത്. അത് ഇവരെ പറഞ്ഞു പഠിപ്പിച്ചത് അങ്ങനെ പറയണമെന്നാണ്. അങ്ങനെയാണ് ബാങ്കിൽ ഈ ട്രാൻസാക്ഷൻ വലിയൊരു എമൗണ്ട് തുക ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷനായി കൈമാറപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ഈ 2,88,00,000 രൂപ കൈമാറിയ ശേഷം ഈ തട്ടിപ്പ് സംഘം ഇവരോട് പറഞ്ഞത്, നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന്. അങ്ങനെ ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഇന്നലെ ഈ വീട്ടമ്മ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തി. പോലീസുകാരോട് ഈ കഥ പറയുമ്പോഴാണ് പോലീസുകാർ പറയുന്നത്, ഇതൊരു തട്ടിപ്പാണ്, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അങ്ങനൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോലീസ് സർട്ടിഫിക്കറ്റ് ഒന്നും നൽകാൻ ഇവിടെ ആരും നിർദ്ദേശിച്ചില്ല. അപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന് അവർ മനസ്സിലാക്കുകയും പിന്നീട് പരാതി നൽകുകയൊക്കെ ചെയ്തത്. കേസ് എടുക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കോടതി തന്നെ ചിത്രീകരിച്ചു എന്നാണ് അവർ പറയുന്നത്. തന്നെ ഒരു കോടതിക്ക് മുൻപിൽ വിർച്വലായി ഹാജരാക്കി. അവിടെ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു, ഒരു വക്കീലുണ്ടായിരുന്നു, ഒപ്പം ഒരു സ്ത്രീ, ഒരു 17 വയസ്സുകാരി യുവതി വന്നിട്ട് ഇവർക്കെതിരെ മൊഴി നൽകുകയാണ്. തൻ്റെ പിതാവ് മരണപ്പെടാൻ കാരണം ഈ വീട്ടമ്മയാണ്, അതുകൊണ്ട് അവർക്ക് ജാമ്യം നൽകരുത് എന്നൊരു ഒരു യുവതി ആ കോടതിയിൽ വന്ന് മൊഴി നൽകി ഇവർ വിർച്വലായി ഹാജരാക്കിയപ്പോൾ അതെല്ലാമാണ് ഇവർ ഈ തട്ടിപ്പ് സംഘത്തെ വിശ്വസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഏതായാലും 2,88,00,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സൈബർ പോലീസിലേക്ക് പരാതി കൈമാറി. ഈ അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഈ ലഭിച്ച ലിങ്കും ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.